തിരക്ക് അഭിനയിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ നമസ്കാരം. നമ്മൾ ഒരാൾക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുന്നു, അയാൾ പെട്ടെന്ന് റിപ്ലൈ തരുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് വെച്ച് അയാൾ വെറുതെ ഇരിക്കുന്ന ഒരാളാണോ, ഒരു പണിയും ഇല്ലാതിരിക്കുന്ന ഒരാളാണോ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. ചിലപ്പോൾ നിങ്ങളോടൊത്തുള്ള ഇഷ്ടം കൂടുതൽ ഉള്ളതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളോട് കമ്മിറ്റ്മെന്റ്സ് ഉള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് താല്പര്യം കൂടുതലുള്ള ആളായിരിക്കാം. പിന്നെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ആളായിരുന്നാൽ പോലും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. അതുപോലെ നമ്മൾ ഒരാൾക്ക് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്യുമ്പോഴത്തേക്കും അയാൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല, പിന്നെ നമ്മുടെ മെസ്സേജസ് റെസ്പോണ്ട് ചെയ്യുന്നില്ല, റിപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അയാൾ ഭയങ്കര തിരക്കിലുള്ള ആളാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. തിരക്ക് അഭിനയിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് നിങ്ങളോടുള്ള താല്പര്യം കുറവായിരിക്കാം, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്സ് കുറവ് കൊണ്ടായിരിക്കാം, നിങ്ങളോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ആൾക്കാരായിരിക്കാം, ജീവിതത്തിൽ ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തിരക്കിലാണ് അവർ വിചാരിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് തരത്തിലുള്ള മനുഷ്യരുണ്ട്, എല്ലാവരെയും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ ഒരാളെ ഒരിക്കൽ വിളിച്ചു, 2 പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിർത്തുക. നിങ്ങളോട് താല്പര്യമുള്ള ഒരാളാണ്, നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുള്ള ഒരാളാണ്, നിങ്ങൾ അയാൾക്ക് വേണം എന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അയാളെ തിരിച്ചു വിളിച്ചിട്ടുണ്ടാവും. അയാൾ തിരിച്ചു വിളിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ തിരിച്ചു വിളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പിന്നെ അയാളെ വിളിക്കാതിരിക്കുന്നു. നമുക്കൊരു വിലയുണ്ട്, നമ്മളുടെ വില കഴിഞ്ഞ ആരുടെയും പിറകില് ഒരു പരിധി കൂടുതൽ പോകേണ്ട ആവശ്യമില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ.